ഇപ്പോൾ ഓണത്തിന് ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല, ദിവസമൊന്നും പറയാൻ പറ്റില്ല, മണിക്കൂർ എണ്ണി കാത്തു നിൽക്കണം അല്ലേ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പേരി വേണം. ഉപ്പേരിയൊക്കെ കുറിക്കാതെ എന്ത് ഓണമാണ്. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത വിഭവമായ ഉപ്പേരി വാങ്ങാനായിട്ടൊക്കെ ആളുകൾ കടകളിലേക്കൊക്കെ ഇപ്പോൾ എത്തുന്ന ഒരു സമയമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വില കൂടിയത് കച്ചവടത്തെ ബാധിച്ചുവെന്ന് കുറച്ച് വ്യാപാരികളൊക്കെ പറയുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന 1 കിലോ വാഴയ്ക്ക ഉപ്പേരി, നമ്മുടെ ചിപ്സിനെ 550 രൂപ മുതൽ 600 രൂപ വരെയാണ് വില. തൊടുപുഴയിൽ നിന്ന് രാഹുൽ സുരേഷിന് റിപ്പോർട്ട് കാണും. നാടും നഗരവും എല്ലാം ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. അത്തം മുതൽ പൂരാടം വരെ ആകുമ്പോൾ ഒരു തവണയെങ്കിലും സദ്യ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. ഒരു തൂശനിലേക്ക് ഇട്ട് ഒരു സൈഡിൽ നിന്ന് ഉപ്പ്, ഉപ്പേരി, ശർക്കര വരട്ടി, പച്ചടി, കിച്ചടി, ഓലൻ, അവിയല്, കൂട്ടുകറി, തോരൻ, അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് വെക്കും. അതിൽ പച്ചടിയോ കിച്ചടിയോ ഓലനോ ഒക്കെ ഒരു വൈറ്റൊക്കെ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമുണ്ട് നമ്മുടെ സദ്യയിൽ. ആ സാധനമാണ് ഉപ്പേരി. ഉപ്പേരിക്ക് ഓണക്കാലമാകുമ്പോൾ വിപണിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉപ്പേരിക്കടകളിലെല്ലാം വലിയ തിരക്കാണ്. നാളെ ഇപ്പോൾ ഉത്രാടമാണ്. ഉത്രാടപ്പാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഉപ്പേരിക്കടകളിലെല്ലാം തന്നെ വലിയ തിരക്കാണ്. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്, വാഴയ്ക്കും അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. പക്ഷേ ഉപ്പേരി ഇല്ലാതെ മലയാളിക്ക് സദ്യ ഉണ്ണാനാകില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴത്തെ വിപണിയിലെ ഉപ്പേരി വാങ്ങാനുള്ള തിരക്ക് എങ്ങനെയാണെന്ന് നമുക്ക് വ്യാപാരികളോട് തന്നെ ചോദിക്കാം. ജബർക്ക, എങ്ങനെയുണ്ട് തിരക്ക്? തിരക്ക് ആവറേജ് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ആൾ കുറവാണ്. എന്താ, വില കൂടിയതാണോ പ്രശ്നം? സാമ്പത്തികം പണിയില്ല. ഇപ്പൊ എത്രയാ 1 കിലോയ്ക്ക്? 580 രൂപ കൊടുക്കണം. കഴിഞ്ഞ വർഷം എത്ര രൂപയായിരുന്നു? കഴിഞ്ഞ 400, 150-200 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 160 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 420 രൂപയായി. ആളുകൾ സാധനം വാങ്ങുന്നൊക്കെ കുറച്ച്. നേരത്തെ 1 കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ 1/2 കിലോ ആക്കിയോ? 1/2 കിലോ ഒക്കെ നമ്മൾ പ്രൊഡക്ഷനും കുറച്ചിട്ടുണ്ടോ? കുറച്ചുണ്ട്. ഈ ഉപ്പേരിക്കല്ലാതെ മറ്റു ഉപ്പേരികൾ വാങ്ങാൻ തിരക്കുണ്ടോ? ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവർക്കും ശർക്കര വരട്ടിയും ചിപ്സുമാണ് ആവശ്യം. ഇനിയിപ്പോ നാളെ ഉത്രാടമാണ്. നാളെ കുറച്ചും കൂടെ തിരക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലേ? നാളെ നന്നാവും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. പ്രതീക്ഷയാണല്ലോ ജീവിതം തന്നെ മുന്നോട്ട് നയിക്കുന്നത്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ തിരക്കുണ്ടോ ഇത്തവണ? വളരെ കുറവ് തിരക്ക്. അല്ലെങ്കിൽ സമയത്തൊക്കെ കട നിറച്ച ആള് കാണണല്ലേ, ഒരു രക്ഷയില്ല. ഭയങ്കര ആള് കുറഞ്ഞു പോയി. 10 കുറേ വർഷമായില്ലേ ഇവിടെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്ക്? ഇവിടെ ഉണ്ടാകുന്നത് 26 കൊല്ലമായി. പുരാട നാളുകളിലൊക്കെ മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു? നല്ല തിരക്കായിരുന്നു. ആ കൊറോണ സമയത്ത് മാത്രമേ ഞാനും തിരക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി സമയത്തൊക്കെ കട നിറച്ച ആൾക്കാർ വരുന്നതാണ്. ഇപ്പൊ വളരെ മോശം. ഇന്ന് രാവിലെ തൊട്ട് അവസ്ഥയാണ്. എന്താണെങ്കിലും എത്ര സമയമുണ്ടെങ്കിലും ഉത്രാടപ്പാച്ചിലിന് ഒരു ഓട്ടം ഓടിയ മാത്രമാണ് എല്ലാ സാധനങ്ങളും കൃത്യമായി വീട്ടിൽ എത്തിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തൊടുപുഴയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ.